പ്രകൃതി സ്നേഹിയും അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ സി പങ്കജവല്ലി ടീച്ചറാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ അതിഥി. എൻ്റെ പേര് സി പങ്കജവല്ലി. ഞാൻ അരുവിക്കര ഹൈസ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തൊരു അധ്യാപികയാണ്. അധ്യാപകവൃത്തിയിൽ എനിക്ക് 30 വർഷത്തോളം പരിചയമുണ്ട്. പക്ഷേ അത് ഈ ജില്ലയിൽ മാത്രമല്ല, മലപ്പുറം തൊട്ട് കൊല്ലം മുതലായ ജില്ലകളിൽ കൂടിയുള്ള സർവീസാണ് എനിക്കുള്ളത്. മാനേജ്മെൻറ്റ് സർവീസും കൂടിയുണ്ട്. എൻ്റെ ജനനം പത്തനംതിട്ട ജില്ലയിലെ ഏനാത്താണ്. അന്ന് ഞാൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയായിരുന്നു, പിന്നീടാണ് പത്തനംതിട്ട ജില്ലയായത്. ഞാനൊരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. എനിക്ക് സഹോദരങ്ങൾ 7. എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനും എന്നാൽ ഒരു ബിസിനസ്സുകാരനുമായിരുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധാരണ ചായയും മറ്റു ചായക്കടയും പിന്നെ ഇതുപോലെ പലവ്യഞ്ജനക്കടയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ്. അമ്മ ഒരു കൃഷിക്കാരി കൂടിയായിരുന്നു. കുഞ്ഞുങ്ങളെ നോക്കുക മാത്രമല്ല, വീട്ടിൽ കൃഷി ചെയ്യുവാൻ അമ്മയ്ക്ക് വളരെയധികം താല്പര്യമായിരുന്നു. ഈ അമ്മ ചെറുപ്പത്തിൽ ചെയ്യുന്ന ഈ കൃഷി രീതികളൊക്കെ കണ്ട് എനിക്കും അതിലങ്ങ് താല്പര്യം തോന്നി. പൂച്ചെടി നടിയിലും പച്ചക്കറി കൃഷി അല്ലെ മറ്റ് മരക്കറികൾ, പിന്നീട് ചേന കാച്ചിൽ, പിന്നെ ചേമ്പ് മുതലായവയൊക്കെ അമ്മ നടുന്ന രീതിയും അമ്മ അത് പണ വെട്ടിക്കോരി വളമൊക്കെ ഇടുന്ന രീതിയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് അതിനോട് താല്പര്യം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കുന്ന കാലത്ത് പഠിത്തത്തിൽ വലിയ മിടുക്കിയൊന്നും അല്ലായിരുന്നു എങ്കിലും ഞങ്ങൾക്കൊക്കെ സാധാരണ സ്കൂളിൽ പഠിക്കുവാനുള്ള സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുളക്കട ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ സഹോദരങ്ങളോടാണ് പഠിച്ചത്. 2.5 കിലോമീറ്റർ നടന്നു വേണമായിരുന്നുവെന്ന് സ്കൂളിൽ പോകുവാൻ. അതൊക്കെ ബസ് സൗകര്യവും കുറവായിരുന്നു. മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ചു. അന്നൊന്നും ഇംഗ്ലീഷ് മീഡിയങ്ങൾ അത്ര സാർവത്രികമല്ലായിരുന്നു. പിന്നെ പഠിച്ചു വന്ന് എൻ്റെ മൂത്ത സഹോദരങ്ങൾ 3, ഇളയ സഹോദരങ്ങൾ 3. എല്ലാവരെയും കൂടെ ദൂരെയുള്ള കോളേജിൽ വിട്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം അന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഓറിയൻ്റൽ സാഹിത്യ അക്കാദമി എന്നൊരു അക്കാദമി അന്ന് എഴുകോൺ എന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഒരു കഥാ സാഹിത്യകാരൻ നടത്തിയിരുന്നതായ ഒരു സാഹിത്യ അക്കാദമി. ആ സാഹിത്യ അക്കാദമി പോയി ഞാൻ മലയാളം വിദ്വാനാണ് ആദ്യം പഠിച്ചത്. പിന്നീട് ലാംഗ്വേജ് ട്രെയിനിങ് കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും, കൊട്ടാരൻ ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ടായിരുന്നു, ആ സ്കൂളിൽ നിന്നുമാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ലാംഗ്വേജ് ട്രെയിനിങ് പാസ്സായത്. അതിനുശേഷം എനിക്ക് സംസ്കൃത പഠനത്തിനുള്ള അവസരം കിട്ടി. ഞാൻ പ്രൈവറ്റായി പഠിച്ച സ്ഥാപനത്തിൽ സാഹിത്യ അക്കാദമിയിൽ തന്നെ എനിക്ക് സംസ്കൃത പഠനത്തിനുള്ള അവസരം കിട്ടി. അങ്ങനെ സംസ്കൃത അധ്യാപക പരീക്ഷയും ഞാൻ പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ജോലി കിട്ടുന്നത്. എൻ്റെ ചേച്ചി അന്ന് മലപ്പുറത്തെ മാനേജ്മെൻറ്റ് സ്കൂളിലെ ഒരു അധ്യാപികയായിരുന്നതുകൊണ്ട് ഞാൻ ചേച്ചിയോടൊപ്പം മലപ്പുറത്ത് പോയി താമസിക്കുകയും അങ്ങനെ എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് എനിക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു. എംപ്ലോയ്മെൻറ്റ് ജോലി ആയതുകൊണ്ട് 5-6 മാസം കൂടുമ്പോൾ അവരെ പിരിച്ചുവിടും. അങ്ങനെ എനിക്ക് പല സ്കൂളുകളിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ആ അവസരത്തിലാണ് എനിക്ക് ഇംഗ്ലീഷ് കൂടി എഴുതിയെടുത്താൽ BA ഡിഗ്രി കിട്ടുമായിരുന്നു. അങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്ത് ഞാൻ BA മലയാളം ഡിഗ്രി കരസ്ഥമാക്കി. പിന്നീട് അങ്ങനെ പല സ്കൂളുകളിലായി, അതായത് മലപ്പുറത്തെ പാണ്ടിക്കാട്, പട്ടിക്കാട്, പിന്നെ ദേവദാർ, GDHS ദേവദാർ, പിന്നെ മാവൂർ എന്നിങ്ങനെ പല സ്കൂളുകളിൽ 5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. ആ അവസരത്തിലായിരുന്നു എൻ്റെ വിവാഹം നടന്നത്. 1977 എൻ്റെ വിവാഹം. വിവാഹശേഷം പിന്നീട് ഞാൻ തൽക്കാലം ജോലിക്കൊന്നും പോയില്ല. 2 കുഞ്ഞുങ്ങളായി. ആ കുഞ്ഞുങ്ങളെ വളർത്തിയിരിക്കുന്ന സമയത്താണ് നെടുവത്തൂർ എന്ന ഹൈസ്കൂൾ, അത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, എൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്, മാനേജ്മെൻറ്റ് സ്കൂളിൽ ജോലി വാങ്ങിച്ചു. ആ ജോലിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 വർഷം സർവീസായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് PSCയിൽ നിന്ന് എനിക്ക് ഈ അരുവിക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് ജോലി കിട്ടുന്നത്. ഈ ഹൈസ്കൂളിൽ പിന്നീട് 25 വർഷത്തോളം ഞാനിരുന്നു. പിന്നെ പ്രൊമോഷൻ സാധ്യത ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് അതിലേക്ക് പോകാനുള്ള താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ ലൈബ്രറി എൻ്റെ ചാർജ് കൂടി ഏറ്റെടുത്തു. പിന്നെ സ്കൂളിലെ മിക്ക പാഠ്യേതര പ്രവർത്തനങ്ങളും ഞാൻ തന്നെ ആയിരുന്നു ഭാഗവാക്കാകുന്നത്. ഗാന്ധിയൻ ബാലകേന്ദ്രം ത്തോടനുബന്ധിച്ച് ഗാന്ധി ദർശനം എന്നൊരു പ്രോഗ്രാം അന്ന് പള്ളിക്കൂടങ്ങളിൽ നടത്തിയിരുന്നു. സോപ്പ് നിർമ്മാണവും ബുക്ക് പേപ്പർ നിർമ്മാണവും പിന്നെ ബുക്ക് ബൈൻഡിങ്ങും വേറെ ചോക്ക് നിർമ്മാണം ഇവയെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ജോലി ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ലൈബ്രറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ പോലെയുള്ള ലൈബ്രറികളല്ല അന്ന്. കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് ക്ലാസ്സുകളിൽ ഞാൻ പുസ്തകങ്ങൾ കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ഈ പള്ളിക്കൂടത്തിലെ പല പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഭാഗവാക്കായിരുന്നതുകൊണ്ട് ഈ ചില ദിനാചരണങ്ങളിൽ
അതായത് മലയാള ദിനാചരണം, വായനാ ദിനാചരണം മുതലായ ദിനാചരണങ്ങളിൽ കവിത അവതരിപ്പിക്കുക എൻ്റെ ഒരു ഇഷ്ടവിനോദമായിരുന്നു. അതായത് അതുപോലെ പ്രവേശനോത്സവത്തിന് ഞാൻ കവിത അവതരിപ്പിക്കുമായിരുന്നു. നമ്മുടെ PN പണിക്കരുടെ ഫൗണ്ടേഷനോടനുബന്ധിച്ച് നടത്തുന്ന വായനാ ദിനത്തിൽ വാരാചരണത്തിൽ പല കുട്ടികളെ കൊണ്ടും ഞാൻ കവിതകൾ രചിച്ച് വായിപ്പിക്കുകയും പിന്നെ വിവിധങ്ങളായ പുസ്തകങ്ങൾ കൊടുത്ത് അവരെ വായിപ്പിക്കുകയൊക്കെ ചെയ്യുക എൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അന്നൊക്കെ ഞാൻ കുറേയൊക്കെ എഴുതുമായിരുന്നു. എന്നിരുന്നാലും ഒന്ന് സൂക്ഷിച്ച് വെക്കണമെന്നോ എനിക്കൊരു കവയിത്രിയാകാൻ കഴിയുമെന്നോ എനിക്ക് എൻ്റെ രചനകളെല്ലാവരും ഇഷ്ടപ്പെടുമെന്നോ ഒന്നുമുള്ള ഒരു തോന്നലൊന്നും എനിക്കുണ്ടായില്ല. എന്നിരുന്നാലും ചിലതൊക്കെ എവിടെയൊക്കെയോ കോറിയിട്ടിരുന്നതിനെ എനിക്കിപ്പോൾ അത് പ്രയോജനപ്പെട്ടു. അങ്ങനെ 2008 ഞാൻ സർവീസിൽ നിന്ന് പിരിയുകയാണ്. പിന്നീട് ഞാനിവിടെ ബാലഗോകുലത്തിലും അതുപോലെ ഗാന്ധിയൻ ബാല കേന്ദ്രത്തിലും പ്രവർത്തിച്ചു തുടങ്ങി. കുട്ടികളെ വീട്ടിൽ വിളിച്ചു വരുത്തി പുസ്തകങ്ങൾ എനിക്കൊരു വലിയ പുസ്തക ശേഖരണമൊക്കെ ഉണ്ട്. ആ പുസ്തകങ്ങളെല്ലാം കുട്ടികളെ കൊടുത്ത് പല കുട്ടികളെയും കൊച്ചു കുട്ടികളെ വീട്ടിൽ വിളിച്ചിരുത്തി പ്രത്യേകിച്ച് ഞായറാഴ്ചയായിരിക്കും അവർക്ക് വായിക്കാൻ കൊടുക്കുകയും വായനാക്കുറിപ്പ് എഴുതി മേടിക്കുകയും പിന്നെ അവർക്ക് പഠനത്തിന് ആവശ്യമായ ഉപദേശങ്ങളും ഒക്കെ ഞാൻ നൽകുമായിരുന്നു. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ പഞ്ചായത്തിലെ ചില സാഹിത്യ പരിപാടികൾക്ക് അവരെന്നെ വിളിച്ചു. ഒരു റിട്ടയർഡ് അധ്യാപിക ഉണ്ടായ കൊള്ളാം, അവിടുത്തെ ഇവിടെ ഒരു കയ്യെഴുത്ത് മാസികയൊക്കെ ഉണ്ടാക്കുന്നു, അതിന് എന്നെ പറ്റി കൊള്ളാമെന്ന് വിചാരിച്ച് എന്നെ പലരും വന്ന് വിളിച്ചു. പിന്നെ അങ്ങനെ പഞ്ചായത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഭാഗഭാക്കാവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാർദ്ധക്യ ബാധിച്ചവരെ, അതായത് 60 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുന്ന ഒരു പരിപാടി പഞ്ചായത്തിൽ നടത്തിയത്. അപ്പോൾ എനിക്ക് തോന്നി എന്നെയും ക്ഷണിച്ചല്ലോ, ഇപ്പോൾ എനിക്ക് ആ വൃദ്ധരെ പറ്റി ഒരു കവിത എഴുതിയാൽ എന്താ. അങ്ങനെ ഞാൻ വാർദ്ധക്യ ചിന്തയ്ക്ക് രാമുഖം എന്ന് പറഞ്ഞ് ഒരു കവിത എഴുതി. ആ കവിത അവിടെ അവതരിപ്പിച്ചു. അതോടുകൂടി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതോടുകൂടി എൻ്റെ കവിതാരചനയുടെ വാസന അങ്ങ് വർദ്ധിച്ചു വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓരോന്ന് എഴുതി വെച്ചു. അപ്പോൾ ഈ സുവർണ ജോയിയെപ്പോലുള്ള പലരും എൻ്റെ കവിത കണ്ടിട്ട് പറഞ്ഞു, ടീച്ചറിൻ്റെ കവിതയൊക്കെ കൊള്ളാമല്ലോ, നന്നായിട്ട് എഴുതും, നമുക്ക് അച്ചടിപ്പിക്കാൻ ഞാൻ ആളുകളെ കാണിച്ചു തരാം, ഞാൻ ബുക്ക് സ്റ്റാൾ കാണിച്ചു തരാം, നമുക്ക് മൈത്രി ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞ ബുക്ക് സ്റ്റാളുണ്ട്, ടീച്ചർ എഴുതി വെക്കുക, പഴയതെല്ലാം എടുക്കുക, നമുക്ക് ബുക്കൊക്കെ അച്ചടിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുവർണയുടെ ഒരു പ്രേരണ എനിക്കുണ്ടായി. അതുപോലെ ഐഷ ഹസീന എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകയാണ്, ഒരു ആക്ടിവിസ്റ്റാണ്. ആ കുട്ടിയുടെയും പ്രേരണ എന്നെ ഈ കൂടുതൽ രചനയിലേക്ക് പ്രേരിപ്പിക്കുകയും അങ്ങനെ ഞാൻ പണ്ട് എഴുതി വെച്ചിരുന്ന കവിതകളെല്ലാം എടുത്ത് മോഡിഫൈ ചെയ്ത് പിന്നെ പുതിയതും കൂടി എഴുതി അങ്ങനെ സ്വത്വം തേടി എന്നൊരു കവിത ഞാൻ എഴുതി. ആ കവിതയ്ക്കകത്ത് കുട്ടികളുടേതും ഇന്നത്തെയുമായ എല്ലാ സംഗതികളും ഉണ്ടായിരുന്നു. ഒരു 10-60 കവിതകളുണ്ടായിരുന്നു. അപ്പോഴേ ഇത് ബുസ്റ്റാളുകാരൻ പറഞ്ഞു, ടീച്ചറെ ഇന്ന് ബാലസാഹിത്യത്തിനാണല്ലോ മാറ്റം, അതുകൊണ്ട് ടീച്ചർ ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ബാലസാഹിത്യമാക്കുക, അതുകൊണ്ട് ഇതിനെ ഒന്ന് സോർട്ട് ചെയ്ത് കുറച്ച് ബാലസാഹിത്യത്തിലേക്ക് കൊണ്ടുവരൂ, ബാക്കി നമുക്ക് വലിയ കവിതയായിട്ട് മറ്റെല്ലാവർക്കുമുള്ള കവിതയായിട്ട് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 കവിതാ സമാഹാരങ്ങളുടെ പ്രസിദ്ധീകരണം എനിക്ക് 2019 നടക്കുകയുണ്ടായി. ഒന്ന് പൂവാലിപ്പൂച്ച എന്നതിൻ്റെ കൃതി, മറ്റൊന്ന് സ്വത്വം തേടി എന്ന് പറയുന്നതായ എൻ്റെ കൃതി. ഒന്നിൽ എനിക്ക് ആദ്യമായി മലപ്പുറം ജില്ലയിൽ ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ, ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ജോലി കിട്ടുന്നത്. എംപ്ലോയിന് മുഖേനയായിരുന്നു. അതൊരു മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു സ്കൂളായിരുന്നു. അവിടെ കുട്ടികൾക്ക് പഠിക്കുവാൻ താല്പര്യമില്ല, അധ്യാപകരും കുറവായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ അധ്യാപനം ആദ്യം തുടങ്ങിയതുകൊണ്ട് എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓർക്കുകയാണ്. കുട്ടികൾ ക്ലാസ്സിൽ അധ്യാപകരെ വരവേൽക്കുന്നത് പോലും കൂവി വിളിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് അവിടെ കുറച്ച് നാളെ ജോലി കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി പിന്നെ മലപ്പുറത്ത് വേറെ പല സ്കൂളുകളിലും വർക്ക് ചെയ്ത് അങ്ങനെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എനിക്ക് അരുവിക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജോലി കിട്ടുന്നത്. ഞാനിവിടെ ജോലി കിട്ടി വരുമ്പോഴും ഇവിടെ അധ്യാപകരുടെ അപര്യാപ്തതയുണ്ടായിരുന്നു. കാരണം ഈ സ്കൂളിൽ മലയാള അധ്യാപികയായിട്ട് ഒറ്റ ഒരു ടീച്ചറേ ഉള്ളായിരുന്നു. 3-4 അധ്യാപകരുടെ ഉണ്ടായിട്ടും എന്നിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന വിധം മറ്റ് ക്ലാസ്സിലൂടെ പോയി ക്ലാസ് എടുക്കാൻ ശ്രമിച്ചു. പിന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ രീതി പറയുകയാണെങ്കിൽ ആദ്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി. ആദ്യമൊക്കെ ഒരു ചെറുപ്പമായതുകൊണ്ടും ആദ്യത്തെ വരവൊക്കെ ആയതുകൊണ്ടും നമ്മുടെ പാഠം പഠിപ്പിക്കും, നമ്മുടെ കാര്യം നോക്കും. പിന്നീട് ഞാൻ ഇവിടുത്തെ ഒരു നാട്ടുകാരിയാവുകയും
ഒരു സ്ഥിര അധ്യാപി, ഒരു കുറച്ചുകൂടി സർവീസുള്ള, ഇനി എങ്ങോട്ടും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു അധ്യാപികയാകുകയും ചെയ്തുകൊണ്ട് ഞാൻ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. പാഠ്യേതര പ്രവർത്തനങ്ങൾ മാത്രമല്ല, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അവരുടെ സ്വഭാവ വികസനത്തിൽ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസത്തെ പത്രവാർത്തകൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരികമായ ഇവിടുത്തെ രംഗങ്ങൾ, രീതികൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയം, ഇതൊക്കെ അല്പമൊക്കെ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ക്ലാസ് തുടങ്ങുമായിരുന്നുള്ളൂ. കുട്ടികൾ ഇന്ന് അത് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഇന്ന് തന്നെ ഈ നാട്ടുകാരി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ പലരും കാണാറുണ്ട്. ഇന്ന് പലരും കാണുമ്പോൾ എന്നോട് പറയാറുണ്ട്, ടീച്ചറന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇന്ന് വളരെ പ്രയോജനപ്പെടുന്നുവെന്ന്. ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെയും ഒരു കുട്ടി ഇവിടെ ഒരു കാര്യത്തിന് വന്നപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചു, ഇന്നതുപോലെ ഒരു കാര്യം മോറൽ ആയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടീച്ചർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞ് ഓർക്കുന്നു. അപ്പോൾ എനിക്ക് അന്നേരമാണ് ഓർമ്മ വന്നത്, ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളോട് പറയുമായിരുന്നു എന്ന്. പിന്നെ എനിക്ക് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളോട് ഈ സെക്സ്വലായ കാര്യങ്ങളോ മറ്റോ ഒന്നും അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അവരൊരുപാട് വഴി തെറ്റുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മറ്റ് ടീച്ചേഴ്സിനോടുകൂടി ആലോചിച്ച് എച്ചമ്മനോടുകൂടി പറഞ്ഞിട്ട് ഞാൻ വല്ലപ്പോഴുമൊക്കെ മോറ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ് മുതൽ പിന്നെ 10ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളെ മാത്രം വിളിച്ചിരുത്തിയാണ് പലപ്പോഴും മോറ ക്ലാസ്സുകൾ കൊടുത്തിരുന്നത്. അപ്പോൾ അവരുടെ സെക്ഷൽ ജീവിതത്തെപ്പറ്റിയും മറ്റുമൊക്കെ ഒരു ചെറിയ രീതിയിൽ ഞാൻ സൂചിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവർ വളരെ ആകാംക്ഷയോട് ശ്രദ്ധിച്ചിരിക്കുകയും ഇങ്ങനെയൊക്കെ മറ്റാരും ഞങ്ങൾക്ക് പറഞ്ഞു തരില്ല എന്ന് അന്ന് കുട്ടികൾ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് മോറൽ ക്ലാസ്സുകൾ, കുട്ടികൾക്ക് സെക്ഷലായ ക്ലാസ്സുകളൊക്കെ എടുക്കുവാൻ വിദഗ്ധരായ ആളുകൾ സ്കൂളുകളിൽ വരികയും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അന്ന് എൻ്റെ കൂടെയുള്ള അധ്യാപകർ ഞാൻ വിളിച്ചാൽ ചിലരൊക്കെ വരും, നമുക്ക് ഇന്നതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, അല്ലാതെ ആരും മുൻകൈ എടുത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ സേവനവാര ദിവസങ്ങളിൽ, സേവനവാരം പണ്ടൊക്കെ ഒരാഴ്ച ഉണ്ടായിരുന്നു. ഞാൻ 73 വർക്ക് ചെയ്യുന്ന കാലത്തെ ഒരാഴ്ചത്തെ സേവനവാരം ഉണ്ടായിരുന്നു. പക്ഷേ അരുവിക്കര സ്കൂളിൽ വന്നതിന് ശേഷവും ഉണ്ടായിരുന്നു ഒരാഴ്ചത്തോളം സേവനവാരം. ഈ സേവനവാര സമയത്ത് കക്കൂസ് വൃത്തിയാക്കുവാനും പിന്നെ ക്ലാസ് റൂം വൃത്തിയാക്കുവാനും പിന്നെ ഈ പുല്ലുകളും കാട്ടുചെടികളും ഒക്കെ വെട്ടി വൃത്തിയാക്കുവാനും ഒക്കെ ഒരു കുട്ടികളുടെ കൂടെ ഞാൻ നിൽക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായി, നമ്മൾ കയറിയെങ്കിൽ മാത്രമേ കുട്ടികളും കക്കൂസ് വൃത്തിയാക്കാൻ കയറൂ എന്ന്. അല്ലെങ്കിലും നമ്മൾ കയറിയില്ലെങ്കിൽ രക്ഷിതാക്കൾ തന്നെ പറയും കുട്ടികളെ കൊണ്ടെല്ലാം ചെയ്യിച്ചു. അതുകൊണ്ട് ഞാൻ മുൻകൈയെടുത്ത് ഈ കക്കൂസ് വൃത്തിയാക്കുവാനുമൊക്കെ കയറുമായിരുന്നു. എന്നെപ്പോലെ വേറെ ചില അധ്യാപകരും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. ഈ കുട്ടികളുടെ സർവ്വതോമുഖമായ പുരോഗതിയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന് തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. കാരണം പലരും അവർ പള്ളിക്കൂടത്തെ കീഴ്മേൽ മറിച്ച് വയ്ക്കാൻ പോവുകയാണ് എന്നൊരു ധാരണ ചില കൂട്ടുകാരായ അധ്യാപകർക്ക്, അസൂയാലുക്കളായ ചില അധ്യാപകർക്കുണ്ടാവുകയും അവർ നമ്മളെ വിലക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന വിധം എന്ന് വെച്ചാൽ നന്നായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ പുസ്തകങ്ങൾ വായിപ്പിക്കുക, ഒരു നല്ല വായനക്കാരന് മാത്രമേ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ വലിയ വായനക്കാരി എന്ന അല്ലെങ്കിലും ഞാൻ വായിക്കുന്നതിനെ ഞാൻ വളരെയധികം മനനം ചെയ്ത് സൂക്ഷിക്കുക എൻ്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണത്തിന് വായന, അതുകൊണ്ട് വായനയുടെ മഹത്വം ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു പൂർണ്ണനായ മനുഷ്യൻ ആകണമെങ്കിൽ നമുക്ക് വായിക്കണം. പിന്നെ അതുപോലെ അംബേദ്കറുടെ കഥ ഞാൻ പറഞ്ഞു കൊടുക്കും. അംബേദ്കർ എന്ന മഹാൻ അത് ലണ്ടനിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസരത്തിൽ കപ്പലിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കയറ്റി അയച്ചിരുന്നുവെന്നും അദ്ദേഹം ഇനി നാട്ടിൽ വന്നിട്ടും കപ്പലിൽ അയച്ച പുസ്തകം വരാത്തതിനാൽ അദ്ദേഹം ഇങ്ങനെ കാത്തിരുന്നുവെന്നും അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് പുസ്തകമെല്ലാം കപ്പൽ മുങ്ങി നഷ്ടപ്പെട്ടുവെന്നും. അദ്ദേഹം കുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരഞ്ഞുവെന്നും പുസ്തകങ്ങളെ വളരെയധികം സ്നേഹിച്ച മഹാനായിരുന്നു അംബേദ്കർ എന്നും അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയെന്നും ഇന്ന് കീഴാളന്മാർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു മഹാന്മാരിൽ ഒരാളാണ് അദ്ദേഹം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കുഞ്ഞുങ്ങളോട് ജീവചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നെ പലപ്പോഴും എനിക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ എൻ്റെ പാഠപുസ്തകങ്ങളെക്കാൾ ഉപരി ഞാൻ 5-10 മിനിറ്റ് കുട്ടികൾക്ക് സാംസ്കാരികവും ഇതുപോലെ വിദ്യാഭ്യാസപരവും പിന്നെ പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ പല പുസ്തകങ്ങളും ഒക്കെ
അവരെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. വായനയ്ക്കുള്ള അവസരത്തിന് ഞാൻ പുസ്തകങ്ങൾ എനിക്ക് ലൈബ്രറിയുടെ ചാർജ് ഞാൻ സ്വയം ഏറ്റെടുത്തു. സീനിയർ അസിസ്റ്റൻ്റായി എനിക്ക് ചാർജ് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് സീനിയർ അസിസ്റ്റൻ്റ് ആവേണ്ട, എനിക്ക് ഒരിടത്തിരുന്ന് ജോലി ചെയ്യാനല്ല ഇഷ്ടം, എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ലൈബ്രറി പുസ്തകങ്ങൾ കൊടുത്ത് വായിപ്പിക്കുകയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ ഈ ലൈബ്രറിയുടെ ചാർജ് ഏറ്റെടുക്കുകയും സീനിയർ അസിസ്റ്റൻ്റ് സ്ഥാനം ഒഴിയുകയും ചെയ്തു. എന്നിട്ട് ഈ ലൈബ്രറി പുസ്തകങ്ങൾ പലപ്പോഴും ഞാൻ 10 വീതമൊക്കെ ഓരോ ക്ലാസ്സിലും കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുത്ത് വായിപ്പിക്കുക, അല്ല ഇരുന്ന് വായിപ്പിക്കാനുള്ള അവസരം അന്ന് ഇല്ലാതിരുന്നതുകൊണ്ട്. അപ്പോൾ എൻ്റെ അധ്യാപന കാലത്തെ പറ്റി പിന്നെ ഞാനൊരു ഭയങ്കര മിടുക്കിയായ അധ്യാപികയെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും അധ്യാപകരില്ലാത്ത ക്ലാസ്സിൽ കയറി പഠിപ്പിക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു. പലപ്പോഴും ഇവിടെ അധ്യാപകരില്ലാതെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ കഴിഞ്ഞിരുന്ന അവസരത്തിൽ 1-2 മാസങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ കയറി ഞാൻ അവരെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്നിടത്ത് എനിക്ക് വളരെ കൃത്യനിഷ്ഠയായിരുന്നു. അവർക്ക് കൃത്യസമയത്ത് പരീക്ഷാ പേപ്പർ കൊടുക്കണം, അതെൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രവൃത്തികളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പള്ളിക്കൂടത്തിലും എനിക്ക് കാർഷിക വൃത്തി ഉണ്ടായിരുന്നു. അവിടെ ഒരു വനവൽക്കരണം തന്നെ, വനം ഉള്ള സ്ഥലമാണ്. വനത്തിന് ഒരു സദാശിവൻ എന്ന് പറഞ്ഞൊരു സാറ് വനവൽക്കരണം നടത്തിയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയും വനവൽക്കരണത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്ത ഒരു അധ്യാപികയാണ് ഞാൻ. പിന്നീട് ഈ വൃക്ഷത്തൈകൾ എൻ്റെ വീട്ടിലുള്ള ചെടികളെല്ലാം കൊണ്ടുപോയി പള്ളിക്കൂടത്തിൽ വയ്ക്കുമായിരുന്നു. അങ്ങനെ ഈ പിന്നെ എൻ്റെ വീട് മാത്രമല്ല, സ്കൂളും ഒരു പൂന്തോട്ടമാകണം, അവിടെയും സ്കൂളിൻ്റെ പരിസരത്ത് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണമെന്ന് അന്നേ താല്പര്യമുള്ള ഒരു ആളായിരുന്നു ഞാൻ. ഗാന്ധിജിയാണ് എൻ്റെ റോൾ മോഡൽ. ഗാന്ധിയൻ ആദർശങ്ങളിലാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവിടെ പെൻഷൻ പറ്റി പിരിഞ്ഞതിന് ശേഷവും ഞാൻ അംഗനവാടികളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ 1-2 അംഗനവാടികളുണ്ട്. ആ അംഗനവാടികളിൽ ഞാൻ അവിടുത്തെ ഒരു ഉപദേശകയും വല്ലപ്പോഴുമൊക്കെ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഈ ഒരു വ്യക്തിയായി. അവിടുത്തെ കുട്ടികൾക്ക് ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതായ ഇലക്കറിക്കുള്ള ഇലകളും കായ്കളും ഒക്കെ ഞാൻ പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. തേങ്ങയും മറ്റുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്. അവിടെയും ഞാൻ ഒരു 10-12 വൃക്ഷത്തൈകൾ നട്ട് ഇപ്പോൾ അത് വൃക്ഷങ്ങളായിട്ടുണ്ട്. ആ വൃക്ഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ആഗസ്തി ചീര, അതുപോലെ ആനമുന്തിരി, മറ്റു മുതലായ സസ്യങ്ങളാണ് ഞാൻ അവിടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പഴവർഗ്ഗങ്ങൾ തിന്നാൻ പറ്റിയതാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇന്നും പല സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഞാൻ ഭാഗഭാക്കാണ്. എന്നെ BSS പേരുക്കട, അതായത് കവടിയാറുള്ള BSS ഭാരത് സേവ സമാജിൽ കവിത ചൊല്ലാൻ മാസത്തിലൊരിക്കൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. 3ാം ശനിയാഴ്ചയായിരുന്നു അത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു വർഷത്തോളം പോയി. ആ അവസരത്തിലാണ് ഇപ്പോൾ ഈ കൊറോണ വന്ന് പിന്നെ അവിടെ ലോക്ക്ഡൗൺ ആയി പോയത്. പിന്നീട് പിന്നെ സാംസ്കാരികമായ ഇതുപോലെ ഇപ്പോൾ പുകാസ, അതായത് പുരോഗമന കലാസാഹിത്യ സംഘം വിളപ്പിൽ ആണ് ഞങ്ങളുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആസ്ഥാനം. അരുവിക്കര ഒരു യൂണിറ്റുണ്ട്. ആ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ആണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് ഓൺലൈനിലാണ് ഞങ്ങളുടെ കവിത ചർച്ചകളും കവിതാ പാരായണമൊക്കെ നടക്കുന്നത്. അങ്ങനെയും ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നു. എനിക്കിപ്പോൾ ഈ കൊറോണ കാലമായതുകൊണ്ട് ഈ കൃഷി ഞാനും എൻ്റെ ഭർത്താവും കൂടാണ് ചെയ്യുന്നതെങ്കിലും കൂടുതലും എനിക്കാണ് താല്പര്യം. ഞാനാണ് കൂടുതലും അധ്വാനിക്കുന്നതും. മഹാത്മാഗാന്ധിയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. മഹാത്മാഗാന്ധി സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി പറയുന്ന ഇതാണ്, ഒരിക്കലും പിന്നെ സ്ത്രീ പുരുഷൻ്റെ അടിമയല്ല. സ്ത്രീയും പുരുഷനും സമത്വത്തോടെ ജീവിക്കേണ്ടവരാണ്. ഒരാൾക്ക് കൂട്ടായിട്ടും തണലായിട്ടും വേണം എപ്പോഴും കഴിയേണ്ടത്. അപ്പോൾ ആ അഭിപ്രായക്കാരിയാണ് ഞാൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ പുരുഷനെ കവച്ച് വെച്ച് സ്ത്രീ പെരുമാറണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. സ്ത്രീക്ക് ശാരീരികമായ ചില പ്രത്യേകതകളും ആവശ്യകതകളുണ്ട്. അവളുടെ ഒറ്റയ്ക്കുള്ള ജീവിതം പുരുഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുമൊക്കെയാണ്. അതുകൊണ്ട് സ്ത്രീയായി തന്നെ ജീവിക്കണം. അവൾ പിന്നെ അല്പം പുരുഷനെ അംഗീകരിക്കണം, പുരുഷനേക്കാൾ അല്പം താഴ്ന്നു നിൽക്കണം. വിദേശത്തുള്ള താൻ മകനോടൊത്തു പേരക്കിടാവിനെ കണ്ടപ്പോഴുണ്ടായ സന്തോഷത്താൽ ഓടി അടുത്ത അച്ചമ്മ കൈപിടിച്ചിട്ട് കുശലങ്ങൾ ഓരോന്നു ചോദിക്കവേ, കുട്ടിയോ കണ്ടിട്ടില്ലെങ്കിലും ആ മുഖം കൗതുകത്തോടങ്ങു നോക്കി ചിരിച്ചു നിന്നു. ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് പൂവാലിപ്പൂച്ച എന്ന കവിതയാണ്. കവിതകളുടെ ഒരു സമാഹാരമാണ്. 24 കവിതകൾ അതിനകത്തുണ്ട്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണമാണ് എൻ്റെ ഉദ്ദേശ്യം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കൂടി, ചില നഴ്സറി കുട്ടികൾക്ക് കൂടി
അതൊന്ന് വായിക്കാനും ആസ്വദിക്കാനും ഒക്കെ പറ്റണമെന്ന് കരുതി അതിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ ചില പ്രാർത്ഥനകളും പിന്നെ കുറ്റിക്കവിതകളുമാണ് വെച്ചിരിക്കുന്നത്. പിന്നീട് അല്പം കൂടി കൗമാരക്കാർക്ക് കൂടി ആസ്വാദ്യകരമായ രീതിയിലും പിന്നെ ഇതിനകത്തൊരു കടങ്കഥ കവിതയൊക്കെ ഉണ്ട്. അത് ഇച്ചിരൂടെ വലിയ കുട്ടിയൊക്കെയാണ് അത് ഇഷ്ടപ്പെടുന്നത്, മനസ്സിലാവുന്നത്. അപ്പോൾ അതും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഊന്നിയതാണ് മിക്ക കവിതകളും. പിന്നെ ഞാൻ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ആമുഖത്തിലല്ല സമർപ്പണത്തിൽ പറയുന്നുണ്ട്, അതായത് കുട്ടികളുടെ ഈ ഹൈടെക്കിൽ മാത്രം ശ്രദ്ധിക്കാതെ കുട്ടികളുടെ പിന്നെ സ്വഭാവ രൂപീകരണത്തിനു കൂടി ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസം. അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ കരിക്കുലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിനായി സമർപ്പിക്കുന്നു എന്നാണ് എൻ്റെ കൃതിയുടെ ആമുഖത്തിൽ സമർപ്പണമായി ഞാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കൃതി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒറ്റ കൃതിയായിട്ട് ഞാൻ എഴുതി, ഈ വയസ്സുകാലത്തിന് എല്ലാം കൂടെ ചേർത്ത് എൻ്റെ ആശയങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒറ്റ കൃതി മതി എന്നും പറഞ്ഞ് എഴുതിയതാണ്. എപ്പോഴാണ് ഇതിനകത്ത് രണ്ടാക്കാമെന്നുള്ള ഒരു തീരുമാനമായതും പിന്നീട് അത് രണ്ടാമത്തെ കൃതിയിലേക്ക് പോയതും. അതാണ് സ്വത്വം തേടി. ഇതിനകത്തുള്ള മിക്ക കവിതകളും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുണ്ടായ ചില അനുഭവങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ഈശ്വര സങ്കല്പത്തെപ്പറ്റി ഒരുപാട് ഈ കവിതയ്ക്കകത്തുണ്ട്. പിന്നെ ഗാന്ധിയൻ ആദർശങ്ങളെപ്പറ്റി എൻ്റെ സ്വത്വം തേടി എന്ന കവിതയ്ക്കകത്തുണ്ട്. പിന്നെ അതുപോലെ ഈ സ്ത്രീ ആരാണ്? ഈ സ്ത്രീയെപ്പറ്റി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാത്തവൾ സ്ത്രീ. പിന്നെ ഒരു അജ്ഞാത ഫോൺ കാളിന് മുമ്പിൽ ചെവി കൊടുക്കുന്നവൾ സ്ത്രീ. പിന്നെയും വിളിച്ചാൽ അതിൽ ഇൻവോൾവ്മെൻ്റ് ആവുന്നവളും അത് വിശ്വസിക്കുന്നവളും സ്ത്രീ. പിന്നെ അതുപോലെ സ്ത്രീ അങ്ങനെയും ഇങ്ങനെയും എന്നാണ് എൻ്റെ ഒരു കവിതയുടെ പേര്. സ്ത്രീ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൾ പണ്ട് അങ്ങനെയുമായിരുന്നു. അതായത് അന്യായമായ കരം ചുമത്തലിന് മേൽ തൻ്റെ മാറിടം വിച്ഛേദിച്ചവൾ. പിന്നെ അതുപോലെ ഭർത്താവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി തേര് തെളിച്ചവൾ, പിന്നെ രാജ്യം ഭരിച്ചവൾ എന്നിങ്ങനെ സ്ത്രീയെ അങ്ങനെയും ഉണ്ടായിരുന്നു സ്ത്രീകളെന്ന് ഒരു കവിതയ്ക്കകത്തുണ്ട്. മലയാളം എൻ്റെ മാതൃഭാഷ, എന്നാടിൻ്റെ ഭാഷ, മധുരമീ ഭാഷ തൻ മഹത്വമോതാനെനിക്കാവില്ല. അത്രമേൽ സമ്പന്നം ഹൃദ്യം മോഹനം സംസ്കാര കേദാരമല്ലോ എൻ ഭാഷ. മലയാളം എൻ്റെ മാതൃഭാഷ, എന്നാടിൻ്റെ ഭാഷ, മധുരമീ ഭാഷ തൻ മഹത്വമോതാനെനിക്കാവില്ല. അത്രമേൽ സമ്പന്നം ഹൃദ്യം മോഹനം സംസ്കാര കേദാരമല്ലോ എൻ ഭാഷ. എൻ്റെ സ്വത്വം തേടി എന്ന കവിതയെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ മാതൃഭാഷയായ എൻ്റെ വിഷയമായ എൻ്റെ സബ്ജക്റ്റായ മാതൃഭാഷയുടെ മഹത്വം ഉൾപ്പെടെ ഇന്നത്തെ ഈ പിന്നെ അവസ്ഥ, ഇന്ന് പീഡനം, എവിടെയും പീഡനം നടക്കുന്നു. ആ പീഡനം വരുത്തി വയ്ക്കുന്ന ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഇതിനെപ്പറ്റിയും പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ശബരിമല പ്രശ്നം കൊടുമ്പിരിക്കേണ്ട സമയത്തായിരുന്നു ഞാൻ ഈ കവിത അച്ചടിക്കാൻ കൊടുത്തത്. അങ്ങനെ പിന്നെ അതുപോലെ ഈ വേനൽക്കാലം, അക്കാലത്തൊരു വറുതിക്കാലമുണ്ട്. ആ വറുതിക്കാലം ഇന്ന് ജനത അനുഭവിക്കുന്ന വിഷമം, നമ്മുടെ നാട് അനുഭവിക്കുന്ന വിഷമം, പിന്നെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ കവിതയിലെ ഒരു 60ഓളം കവിതകളുടെ ഇതിവൃത്തം. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ കുട്ടികൾക്ക് എപ്പോഴും മാതൃകയും വഴികാട്ടികളും ആയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന പലരെയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേര് കുട്ടികളുടെ നന്മയെ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. വസ്ത്രങ്ങൾ ഇല്ലാത്തവർക്ക് വസ്ത്രങ്ങൾ ശേഖരിച്ച് നൽകുക, പാഠപുസ്തകം ഇല്ലാത്തവർക്ക് പാഠപുസ്തകങ്ങൾ നൽകുക, പിന്നെ എല്ലാ കുട്ടികളെയും സമന്മാരായി കാണുക, വലിയവൻ്റെ മക്കളെന്നോ ചെറിയവൻ്റെ മക്കളെന്നോ കാണാതെ കുഞ്ഞുങ്ങളെ എല്ലാവരും നമ്മൾ ഒന്നുപോലെ കാണണം. അല്ലെങ്കിൽ അവരിൽ തന്നെ ചില വിഷമകരമായ ഒരു പ്രവണത ഉണ്ടാവുകയും അത് അവരുടെ ഭാവി ജീവിതത്തെ തന്നെ മുരടിപ്പിച്ച് കളയുകയും ചെയ്യുമെന്നാണ് എൻ്റെ അനുഭവം. ഇന്ന് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെ പള്ളിക്കൂടത്തിൽ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ ഞാൻ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. അവരെൻ്റെ ഒരു കാര്യത്തിനൊക്കെ എന്നെയും വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ
സംസാരിക്കുമ്പോഴൊക്കെ ഞാനും ഇപ്പോഴത്തെ അധ്യാപകരുടെ പ്രവണതയെ പ്രശംസിക്കാറുണ്ട്. കാരണം പണ്ടത്തേൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് അവസരങ്ങളും നമ്മുടെ അധ്യാപകർക്ക് കിട്ടുന്നു. അവർക്ക് അതിൻ്റേതായ ഒരു ക്ലാസ്സും കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് അവരുടെ പലരുടെയും എൻ്റെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പലരും അവരവരുടെ വീട്ടുജോലികളൊക്കെ ചെയ്ത് ഒരു ഹോബി എന്ന നിലയിൽ അധ്യാപനത്തെ കണ്ടിരിക്കുകയും ചെയ്തിരുന്നുണ്ട്. വേണമെങ്കിൽ പഠിക്കട്ടെ എന്നുള്ള മട്ടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. എന്നാലും ഇന്നത്തെ ബഹുഭൂരിപക്ഷം അധ്യാപകരും കുഞ്ഞുങ്ങളുടെ സർവ്വതോമുഖമായ ലക്ഷ്യത്തെ, അതായത് അവരുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു എന്നെനിക്ക് പറയാൻ കഴിയും.